ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയ ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ശ്ലോകം 6. ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനിദാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാ ഗുരുകൃപാ ഗുരുഭിഃ കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുദോഫൂർ. പദം ദേവ പ്രസീദ പര പൂരുഷ താപ വല്ലി നിർലൂനി ദാത്ര സമ നേത്ര കലാ വിലാസിൻ ഖേദാൻ അപാകുരു കൃപാ ഗുരുഭി കടാക്ഷൈഹി ഇത്യാദി തേന മുദിതേന ചിരം നുദഃ അഭൂഹു. അർത്ഥം: ത്രിവിധ ശോക ലതകളെയും ഛേദിക്കാൻ കരുത്തുള്ള ആയുധമാണ് അങ്ങയുടെ കടാക്ഷ വീക്ഷണങ്ങൾ. ആ കൃപാകടാക്ഷം ചൊരിഞ്ഞ് എൻ്റെ വ്യഥകളെ തീർക്കണമേ. എന്നിപ്രകാരം ആനന്ദവിവശനായ വസുദേവൻ അങ്ങയെ വളരെ നേരം സ്തുതിച്ചു. ശ്ലോകം 7. മാത്രാജ നേത്ര സലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭീഷ്ടുത ഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാദിദിതമാനുഷബാലവേഷം. പദം മാത്ര ച നേത്ര സലില അസ്തൃത ഗാത്ര വല്യ സ്തോത്രൈ അഭിഷ്ടുത ഗുണഃ കരുണാലയഃ ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം മാതുഃ ഗിരാ ദദിത മാനുഷ ബാലവേഷം. അർത്ഥം: മുൻപ് 2 ജന്മങ്ങളിൽ ഭഗവാൻ അവരുടെ പുത്രനായി ജനിച്ചിരുന്നു. സുതപസ്സെന്ന പേരിൽ വസുദേവനും പൃശ്നിയായി ദേവകിയും ജനിച്ചു. പണ്ടത്തെ മന്വന്തരത്തിൽ വിഷ്ണു പൃശ്നിഗർഭൻ എന്ന പേരിൽ അവരുടെ പുത്രനായി അവതരിച്ചു. അവൻ കശ്യപൻ്റെയും അതിഥിയുടെയും രൂപത്തിൽ ജനിച്ചപ്പോൾ വിഷ്ണു വാമനനായും ജനിച്ചു. ശ്ലോകം 8. ത്വത്പ്രേരിതസ്തതനു നന്ദതനൂജയാദേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനുഃ ത്വാം ഹസ്തയോരധൃതചിത്തവിധാര്യമാര്യൈ അംബോരുഹസ്തകളഹംസ കിശോരരമ്യം. പദം ത്വത്പ്രേരിതഃ തദനു നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും സഹ ഹി ശൂരസൂനുഃ ത്വാം ഹസ്തയോ അധൃത ചിത്ത വിധാര്യം ആര്യൈ അംബോരുഹസ്ത കളഹംസ കിശോര രമ്യം. അർത്ഥം: അങ്ങയുടെ പ്രേരണ മൂലം നന്ദഗോപസുതയുടെ സ്ഥാനത്ത് അങ്ങയെ കിടത്തുവാൻ വേണ്ടി സജ്ജനങ്ങളുടെ ഹൃദയപത്മസ്ഥനായിരിക്കാൻ അർഹനായ അങ്ങയെ വസുദേവർ പാണിപത്മത്തിൽ എടുത്തു നടന്നു. ഫുല്ലാബ്ജത്തിനുള്ളിൽ പ്രശോഭിക്കുന്ന മരാളകുമാരനെ പോലെ മനോഹരനായിരുന്നു വസുദേവൻ്റെ കൈകളിൽ അമർന്നിരുന്ന ഭഗവാൻ. ശ്ലോകം 9. ജാതാ തഥാ പശുപസത്മനി യോഗ നിദ്രാവിമുദ്രിതമതാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേത നൈര്യത് ദ്വാരൈ സ്വയം വ്യകടി സംഘടിതൈ സുഗാഠം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പദം ജാതാ തഥാ പശുപസത്മനി യോഗ നിദ്രാ വിമുദ്രിതം അധ ആകൃത പൗരലോകം ത്വത്പ്രേരണാത് കിം ഇഹ ചിത്രം അചേതനൈ യത് ദ്വാരൈ സ്വയം വ്യകടി സംഘടിതൈ സുഗാഠം. അർത്ഥം: ആ അവസരത്തിൽ തന്നെ ഗോപരാജാവായ നന്ദൻ്റെ ഗൃഹത്തിൽ
യശോദാസുതയായി അവതരിച്ച അങ്ങയുടെ മായാദേവി പരിചാരക വൃന്ദത്തെ നിദ്രാധീനരാക്കി സചേതനരായ മനുഷ്യർക്ക് ഉറക്കം മൂലം അചേതനങ്ങളും നല്ലവണ്ണം ബന്ധിക്കപ്പെട്ടിരുന്നവയുമായ വാതിലുകൾ സ്വയം മലർക്കെ തുറന്ന സചേതനങ്ങളായതും ഭവാന്റെ ഇച്ഛ മൂലമാകിയാൽ ആശ്ചര്യപ്പെടാനില്ല. ശ്ലോകം 10. ശേഷേണ ഭൂരിഫണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സകലു ധന്യതമപ്രതസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം ശേഷേണ ഭൂരി ഫണ വാരിത വാരിണ അഥ സ്വൈരം പ്രദർശിത പദഃ മണിദീപിതേന ത്വാം ധാരയൻ സ ഖലു ധന്യതമഃ പ്രദസ്തേ സഹ അയം ത്വം ഈശ മമ നാശയ രോഗവേഗാൻ. അർത്ഥം: അനന്തൻ തൻ്റെ പത്തികൾ വിടർത്തി വർഷപ്രവാഹത്തെ തടഞ്ഞതും പത്തികളിലുള്ള രത്നങ്ങളാൽ പ്രകാശമുണ്ടാക്കിയും അങ്ങയെ വഹിച്ചു കൊണ്ടുപോയ വസുദേവന് വഴി തെളിച്ചു കൊടുത്തു. ഹേ ഭക്തവത്സലനായ ഭഗീശ്വര, അങ്ങയുടെ ഇച്ഛാശക്തി കൊണ്ട് എൻ്റെ രോഗപീഠകളെ നശിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.